ഞാനെന്നും പുകഴ്ത്തും. അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും. ദൈവസ്നേഹത്തിന്റെ ആഴവും വ്യാപ്തിയും നിറഞ്ഞു നിൽക്കുന്ന ഈ സുന്ദര ദിനത്തിൽ ദിവ്യകാരുണ്യത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ഈ അൾത്താരയ്ക്ക് മുൻപിൽ നാം ആയിരിക്കുമ്പോൾ ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് തങ്ങളുടെ ജീവിതം പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കുന്ന സിസ്റ്റർ മേരി ഗിഫ്റ്റി, സിസ്റ്റർ മരിയ അന്റോണിയ, സിസ്റ്റർ മരിയ സോന എന്നിവർ പ്രഥമ കൃതവാഗ്ദാനത്തിന് ശേഷം തങ്ങളുടെ സന്യാസ ജീവിതത്തിൽ അനുഭവിച്ച ദൈവത്തിന്റെ കരുതലും സ്നേഹവും സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഒബ്ലേറ്റ് ഹോസ്പിറ്റലർ ഫ്രാൻസിസ്കൻ സഭയുടെ നിത്യകാല സന്യാസിനിമാരായി മാറുന്നു. ഇവരെ ഈ നിമിഷം ദൈവത്തിന്റെ തൃക്കരങ്ങളിൽ സമർപ്പിക്കാം. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു എന്ന തിരുവചനത്താൽ സ്ഥാപിതമായ ഈ സന്യാസിനി സഭയിലേക്ക് ദൈവസ്നേഹത്തിന്റെ സാക്ഷികളാകുവാൻ കടന്നു വന്നിരിക്കുന്ന ഈ 3 സഹോദരിമാർക്ക് ആശംസകൾ അർപ്പിക്കാം. ഇന്നേ ദിനം നിത്യവിധ വാഗ്ദാനം നടത്തുന്ന സിസ്റ്റർ മേരി ഗിഫ്റ്റി കൊച്ചി രൂപത കോച്ചേരി സെന്റ് മേരി ചർച്ച് ഇടവകയിലെ ചെമ്മായത്ത് വർഗീസിന്റെയും മാക്സി വർഗീസിന്റെയും മൂത്ത മകളായി 1995 ഡിസംബർ 10 ജനിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം 2011 മെയ് 15 നസ്രത്ത് സെയിന്റ് ആഗ്നസ് കോൺവെന്റിൽ പ്രവേശിച്ചു. 5 വർഷത്തെ രൂപീകരണ കാലയളവിന് ശേഷം 2016 ജൂൺ 25 പ്രഥമ കൃതവാഗ്ദാനം നടത്തി. സിസ്റ്റർ മരിയ അന്റോണിയ വരാപ്പുഴ അതിരൂപത നീരിക്കോട് സെന്റ് ജോസഫ് ചർച്ച് ഇടവകയിലെ പാലക്കാപ്പറമ്പിൽ തങ്കച്ചന്റെയും മേരിയുടെയും മൂത്ത മകനായി 1996 ജൂൺ 14 ജനിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം 2011 മെയ് 15 നസ്രത്ത് സെയിന്റ് ആഗ്നസ് കോൺവെന്റിൽ പ്രവേശിച്ചു. 5 വർഷത്തെ രൂപീകരണ കാലയളവിന് ശേഷം 2016 ജൂൺ 25 പ്രഥമ കൃതവാഗ്ദാനം നടത്തി. സിസ്റ്റർ മരിയ സോന കോട്ടപ്പുറം ചെറിയപ്പള്ളി സെയിന്റ് ആനീസ് ചർച്ച് ഇടവകയിലെ മൂങ്ങേലി ജോണിന്റെയും ലിസിയുടെയും മൂത്ത മകളായി 1996 ഡിസംബർ 1 ജനിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം 2012 മെയ് 19 നസ്രത്ത് സെയിന്റ് ആഗ്നസ് കോൺവെന്റിൽ പ്രവേശിച്ചു. 6 വർഷത്തെ രൂപീകരണ കാലയളവിന് ശേഷം 2018 ഫെബ്രുവരി 13 പ്രഥമ കൃതവാഗ്ദാനം നടത്തി. ഈ സമയം ഈ 3 സഹോദരിമാർ കത്തിച്ച തിരികളുമായി സഭാ അംഗങ്ങളോടും പ്രധാന കാർമ്മികനായ അഭിവന്ദ്യ പിതാവിനോടും മറ്റു കാർമ്മികരോടുമൊപ്പം ബലിവേദിയിലേക്ക് ആഗതരാകുന്നു. പ്രവേശന ഗാനത്തിനായി നമുക്ക് ഈ നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. Yeah.
പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും പിതാവായ ദൈവത്തിൽ നിന്നും കൃപയും സമാധാനവും നിങ്ങളോടുകൂടി. അങ്ങേ ആത്മാവോടുകൂടെ. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ നമ്മുടെ ഈ പ്രിയ സഹോദരിമാർ കണ്ടതിന് കർത്താവിനെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന ഈ വിശുദ്ധ നിമിഷത്തിൽ നമ്മൾ ആത്മാവിന്റെ കൃപാവരത്തിനായി പ്രാർത്ഥിക്കാം. നല്ല കാര്യങ്ങളെ പ്രചോദിപ്പിക്കുന്ന അതിൻ്റെ ആരംഭമാണ് ദൈവം വലിയ ഈ സത്കൃത്യം പൂർത്തീകരിക്കാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാണ് നമ്മൾ യോഗ്യരായേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നമുക്ക് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സർവശക്തനായ ദൈവം തന്നെ നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. Hare
ദൈവമേ, അങ്ങേ പുത്രന്റെ കാലടികൾ കൂടുതൽ അടുത്ത് പിരിച്ചെല്ലുന്നതിൽ പരിശ്രമിക്കുവാൻ തക്കവണ്ണം അങ്ങേ ഈ ദാസരിൽ ജ്ഞാനസ്നാന വരപ്രസാദനം അത്രയേറെ പുഷ്ടിപ്പെടണമെന്നാണ് തിരുവുള്ളമായത്. സുവിശേഷ പരിപൂർണത നിരന്തരം പിന്തുടർന്നുകൊണ്ട് ഇവർ സഭയുടെ വിശുദ്ധി വർദ്ധമാനമാക്കാനും അപസ്തോലിക തീഷ്ണത ശക്തിപ്പെടുത്തുവാനും അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ദൈവവചന പ്രഘോഷണ കർമ്മമാണ് അടുത്തത്. ആദ്യവായന അപ്പോസ്തല പ്രവർത്തനം 18-ാം അധ്യായം 9 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. പീഡനങ്ങളിലും പ്രതികൂല സാഹചര്യങ്ങളിലും ക്രിസ്തുവിനെ ധൈര്യത്തോടെ പ്രഘോഷിക്കുന്ന പൗലോസ് അപ്പോസ്തലനെയാണ് നാം ഇവിടെ കാണുക. രണ്ടാം വായന വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. തന്നെ തന്നെ ശൂന്യനാക്കി മനുഷ്യരൂപം പ്രാപിച്ച ദേവപുത്രനെ കുറിച്ചാണ് ഈ വായനാഭാഗം പ്രതിപാദിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവായ യേശു തന്റെ ശിഷ്യഗണത്തിന് ആശ്വാസത്തിന്റെ വാക്കുകൾ നൽകിക്കൊണ്ട് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്നു. ഈ വചനഭാഗങ്ങൾ പ്രാർത്ഥനയോടെ ശ്രദ്ധയോടെ നമുക്ക് ശ്രമിക്കാം. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നിശബ്ദനായിരിക്കാതെ പ്രസംഗിക്കുക. എന്തെന്നാൽ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആരും നിന്നെ ആക്രമിക്കുകയോ ഉപദ്രവിക്കുകയോ ഇല്ല. ഈ നഗരത്തിൽ എനിക്ക് വളരെ ആളുകളുണ്ട്. പൗലോസ് അവരുടെ ഇടയിൽ ദൈവവചനം പഠിപ്പിച്ചുകൊണ്ട് അവിടെ 1 വർഷവും 6 മാസവും താമസിച്ചു. ഗാലിയോ അക്കായിയായിൽ ഉപസ്ഥാനപതിയായിരിക്കുമ്പോൾ യഹൂദർ പൗലോസിനെതിരെ സംഘടിതമായ ഒരു ആക്രമണം നടത്തി. അവർ അവനെ ന്യായാസനത്തിന് മുൻപിൽ കൊണ്ടുവന്ന് ഇപ്രകാരം പറഞ്ഞു, ഈ മനുഷ്യൻ നിയമവിരുദ്ധമായ രീതിയിൽ ദൈവാരാധന നടത്താൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നു. പൗലോസ് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഗാലിയോ യഹൂദരോട് പറഞ്ഞു, യഹൂദരെ, വല്ല കുറ്റകൃത്യത്തിൻ്റെയോ ഗുരുതരമായ പാതകത്തിൻ്റെയോ കാര്യമാണെങ്കിൽ നിങ്ങൾ പറയുന്നത് തീർച്ചയായും ഞാൻ കേൾക്കുമായിരുന്നു. എന്നാൽ ഇത് വാക്കുകളെക്കുറിച്ചും പേരുകളെക്കുറിച്ചും നിങ്ങളുടെ ദൈവത്തെക്കുറിച്ചുമുള്ള പ്രശ്നമാകിയാൽ നിങ്ങൾ തന്നെ കൈകാര്യം ചെയ്യുക. ഇക്കാര്യങ്ങളുടെ വിധികർത്താവാകാൻ ഞാൻ ഒരുക്കമല്ല. അവൻ ന്യായാസനത്തിന് മുമ്പിൽ നിന്ന് അവരെ പുറത്താക്കി. അവരെല്ലാം ഒന്നുചേർന്ന് സിനഗോഗ് അധികാരിയായ സോസ്തെനോസിനെ പിടിച്ച് കോടതിയുടെ മുമ്പിൽ വെച്ച് തന്നെ അടിച്ചു. എന്നാൽ ഗാലിയോ ഇതൊന്നും ശ്രദ്ധിച്ചതേയില്ല. പൗലോസ് കുറെ നാൾ കൂടി അവിടെ താമസിച്ചിട്ട് സഹോദരരോട് യാത്ര പറഞ്ഞ് സിറിയയിലേക്ക് കപ്പൽ കയറി.
പ്രിശിലായും അക്കിലായും അവന്റെ കൂടെ പോയി. അവന് നേർച്ചയുണ്ടായിരുന്നതിന് കെങ്ക്രയിൽ വെച്ച് തല മുണ്ടനം ചെയ്തു. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. Thank you.
വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ട് മരണം വരെ, അതെ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിന്റെ നാമത്തിനു മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. കർത്താവിന്റെ വചനം. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുകയും ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. കർത്താവിൻ്റെ സുവിശേഷം. സന്യാസിനികളുടെ ഫോമേറ്റ് നിത്യത വാഗ്ദാനം ചെയ്യുന്ന അർത്തിനികളെ പേര് ചൊല്ലി വിളിക്കുന്നു. സിസ്റ്റർ മേരി ഗിഫ്റ്റി ചെമ്മാട്. കർത്താവെ അങ്ങനെ വിളിച്ചു ഇതാണ്. സിസ്റ്റർ മരിയ അന്റോണിയ പാലക്കപ്പറമ്പിൽ. കർത്താവെ അങ്ങനെ വിളിച്ചു ഇതാണ്. സിസ്റ്റർ മരിയ സോണ മുഞ്ചേരി. കർത്താവെ അങ്ങനെ വിളിച്ചു ഇതാണ്. മക്കളെ, വലിയ ജപാന ധർമ്മത്തിലൂടെ നിങ്ങൾ ഈ തീരുമാനത്തിൽ സർവശക്തനായ ദൈവം നിങ്ങളെ സ്ഥിരീകരിക്കുമാറാകട്ടെ.
സ്നേഹത്തിലും ജീവിച്ചുകൊണ്ട് അങ്ങയുടെ ദർശിക്കുവാനും അങ്ങയോട് ഒന്നായി ചെയ്യുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ നല്ലമായ സ്നേഹത്തിന്റെ അനുഗ്രഹത്തിൽ ഞങ്ങളോട് കൃപ കാണിക്കണമേ. ഈ അടുത്ത ജീവിതത്തിൽ മരണം വരെ ഉറച്ചു നിന്നുകൊണ്ട് അങ്ങേ വളരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കൊച്ചി ജില്ലയുടെ പ്രസ്തുത ഡെലഗേറ്റായ ക്ഷണിച്ച വലിയ സഹോദരന്മാർപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, സിസ്റ്റർ ഗിഫ്റ്റിയുടെയും ആന്റണിയുടെയും സ്വാമിയുടെയും മാതാപിതാക്കളെ, കുടുംബാംഗങ്ങളെ, സിസ്റ്റേഴ്സ്, ഇവരുടെ മാതാപിതാക്കളോട് കുടുംബത്തോട് ഞാൻ പ്രത്യേകം സഭയുടെ പേരിൽ നന്ദി പറയുന്നു. ഒരു 3 പേരും അവരുടെ കുടുംബത്തിലെ കഠിനപുത്രന്മാരാണ്. അതുകൊണ്ട് തന്നെ ദാമ്പത്യത്തിൽ ദൈവം നൽകിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട ആദ്യ സന്താനത്തെ മകളെ കർത്താവിനെ സമർപ്പിക്കുന്നതിൽ നിങ്ങളെടുത്ത തീരുമാനം, അവരെ അനുഗമിച്ചത്, പ്രാർത്ഥന കൊണ്ട് നൽകുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയ വിശുദ്ധിയും സമർപ്പണവും നിങ്ങൾ കാണിക്കുകയും ഇതിനെ മൂത്ത മകളായിരിക്കുക എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് കൂട്ടുകാരിയാണ്, പൊന്നാണ്, അമ്മയുടെ കൂട്ടുകാരിയൊക്കെ ആയി കുടുംബത്തിൽ ഒത്തിരി വളർന്നു വരുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ സ്വപ്നങ്ങളിൽ ഇവരുടെയും മക്കളുടെ മക്കളെയും ഒക്കെ കണ്ട് ദാമ്പത്യത്തിൽ സന്താന പരമ്പര കാണുവാൻ ആഗ്രഹിച്ച നിങ്ങൾ ഇവരെ തിരഞ്ഞെടുത്ത പാതയിൽ സമർപ്പിക്കുന്നു, ദൈവത്തിന് കൊടുക്കുന്നു. സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ നീണ്ട വർഷങ്ങളിൽ രൂപീകരണ കാലത്തിൽ പ്രാർത്ഥന കൊണ്ട് അവരെ അനുഗമിച്ചു എന്ന് അൽത്താരയിൽ അവർ പ്രതിഷ്ഠിക്കുന്നു. ഈ നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് ഏറ്റവും ദൈവത്തോട് നിങ്ങൾക്ക് ഉണ്ടാകും എന്ന ഉറപ്പാണ്. പ്രാർത്ഥനയും ബലവും കാലവും അവരോടൊപ്പം ഉണ്ടാകും. അവരുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഉണ്ടായിരിക്കും. നിങ്ങൾ ഭാഗ്യം ചെയ്ത സുവർണം ചെയ്യുന്ന മാതാപിതാക്കളാണ്. അതുകൊണ്ട് നിങ്ങളോട് പ്രത്യേകം സഭയുടെ നാമത്തിലുള്ള നന്ദി ഞാൻ അറിയിക്കും. നിങ്ങളോട് പ്രത്യേകം താങ്ക്സ്. നമ്മുടെ ചെറുപ്പക്കാരായവർ ജീവിതത്തിൽ ഒത്തിരിയൊക്കെ പലതും ആഗ്രഹിക്കാവുന്ന, കൊതിക്കാവുന്ന നിങ്ങളുടെ ജീവിതം നിങ്ങൾ പിടിക്കുമ്പോൾ ഉറപ്പുള്ള കമ്പനി പിടിക്കണമെന്ന് പറയുന്ന പോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ബോധ്യപ്പെട്ട ഏറ്റവും ഉറപ്പുള്ള ഒന്നിനെ നിങ്ങൾ സ്വന്തമാക്കുകയാണ്. അത് കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെയാണ്. അവിടത്തോടുള്ള സ്നേഹവും അവിടത്തോടുള്ള സമർപ്പണവുമാണ് സന്യാസത്തിൻ്റെ നിധിയും അതിൻ്റെ സന്തോഷവും. കർത്താവ് അറിയുന്നത് പോലെ പലപ്പോൾ കൈവച്ചൊക്കെ പിന്തിരിഞ്ഞ് നോക്കുന്നവരല്ല, പലപ്പോൾ കൈവച്ച് അതിൻ്റെ പുറകെ അധ്വാനിക്കുന്നവരെയാണ് കർത്താവ് കാത്തിരിക്കുന്നത്, ക്ഷണിക്കുന്നത്. ഈശോയുടെ ഏറ്റവും ഹൃദ്യമായ വാക്കുകളിലൊന്ന് എന്നെ അനുഗ്രഹിക്കുകയെന്ന് ഈശോ സ്നേഹിച്ചതോട് കർത്താവ് നൽകുന്ന ആഹ്വാനങ്ങളാണ്. സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ നമ്മൾ കണ്ടുകൊണ്ടുന്നത് പോലെ പത്രോസിനെയും അന്ത്രയോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും ഒക്കെ കാണുന്ന സുഖം എന്നെ അനുഗ്രഹിക്കുക. പത്രോസിനോട് ഏറ്റവും അവസാനമായിട്ട് കർത്താവ് പറഞ്ഞതായി ഉദ്ധാനം ചെയ്ത ഈശോ പത്രോസിനെ തന്നോട് ചേർത്ത് നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് 3 തവണ ആവർത്തിച്ചതിന് ശേഷവും അവസാനം പത്രോസിൻ്റെ അതോട് ചേർത്ത് പറഞ്ഞത് എന്നെ അനുഗ്രഹിക്കുകയാണ്. അത് എവിടെയാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ ലക്ഷ്യം? സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവർ, സമ്പൂർണ്ണ സമർപ്പണത്തിലേക്ക് വരുന്നവർ എപ്പോഴും അതിൽ ഇരുമ്പുന്ന സ്വരമായിട്ട്, മനസ്സാക്ഷിയിൽ ഉണർന്നു വരുന്ന സ്വരമാണ്. നമ്മുടെ ഉറക്കത്തിലും നമ്മുടെ അനുദിന ജീവിതത്തിലും ഹൃദയത്തിൽ കേൾക്കുന്ന മന്ത്രവാക്യമായിട്ട്
ഈശോയുടെ വാക്ക് ഇതിലുണ്ടാകണം എന്ന് ഞാൻ ചോദിക്കുക. എൻ്റെ കൂടെ ചെയ്യുക. നിങ്ങളെ സമർപ്പിച്ച വേലയിലൂടെ നിങ്ങളുടെ അനുഷ്ഠാന പ്രകാരം പ്രിയ മക്കളെ അറിയുന്നതെന്ന് പറഞ്ഞാണ് നിങ്ങളെ അഭിസംബോധന കർത്താവിൻ്റെ മണവാട്ടികളാകാനായിട്ട് നിങ്ങൾ കടന്നു വന്നിരിക്കുക. ഈശോയുടെ വചനങ്ങൾ പ്രത്യേകിച്ചും ഇതുപോലുള്ള അവസരങ്ങളിൽ ശ്രമിക്കുന്ന വചനങ്ങൾക്ക് സവിശേഷമായ ഒരു സ്റ്റാൻഡിങ് നമ്മുടെ ജീവിതത്തിൽ മുത്തരവെക്കുന്ന വചനങ്ങളായിട്ട് തന്നെ ശ്രദ്ധിക്കണമെന്ന് നമ്മുടെ ജീവിതത്തിലൂടെ വായനയും അതുപോലെ തന്നെ സവിശേഷമായി തിരഞ്ഞെടുത്ത വായനയുമെല്ലാം ഈ സംഭരണത്തിൻ്റെ ആന്തരിക രഹസ്യങ്ങളിലേക്ക് നമ്മെ ക്ഷണിക്കും. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടിയുണ്ട്. പൗലോസ് തൻ്റെ സുദീർഘമായ സുവിശേഷ യാത്രയിൽ കേട്ട വിഷനിൽ കേട്ട സ്വരമായിട്ടാണ് എന്ന പുസ്തക പ്രവർത്തനം നാം സ്വരം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട്. പൗലോസ് ഒന്നിനു വരെ ഒന്നായിട്ട് യൂറോപ്പിൽ ആരംഭിക്കുന്ന ആദ്യത്തെ സുവിശേഷ പ്രഘോഷണമാണ് പൗലോസിൻ്റെ നേതൃത്വത്തിലുള്ള. അത് കൊറിന്ത്യസിലും ഫിലിപ്പിലും അതുപോലെ തന്നെ ഇന്ന് നമ്മൾ കാണുന്ന ഈ പ്രദേശങ്ങളിലെല്ലാം അവർ നിരന്തരം ഒരു വശത്ത് കർത്താവിൻ്റെ വചനം ശ്രമിക്കുന്നവർ, മറുവശത്ത് ധാരാളം പീഡാസാധനങ്ങൾ, എതിർപ്പുകൾ, ഗൂഢാലോചനകൾ, മർദ്ദനങ്ങൾ, തെരുവിലുള്ള ആക്ഷേപങ്ങൾ, അതിൻ്റെ മുമ്പിലെല്ലാം പതരാതിരിക്കുവാനായിട്ട് ഈശോ എന്ന വാക്കാണ് കാത്തിരിക്കണം. ഭയപ്പെടുക, ഞാൻ കൂടെ ധൈര്യപൂർവ്വം മുമ്പോട്ട് പോകുക. ഉദിതനായ കർത്താവ്, അതുപോലെ തന്നെ കർത്താവ് തിരഞ്ഞെടുത്തിട്ടുള്ളവരായ പലരോടുമെല്ലാം ദൈവത്തിൻ്റെ സ്വരാമയാണ് ഭയപ്പെടുക. മറിയത്തോട് ഭയപ്പെടുക, യോസേഫിന് ഭയപ്പെടുക. ഈ നിമിത്തം എത്രയോ വ്യക്തികളെയാണ് കർത്താവ് ഭയപ്പെടുക. ഞാൻ കൂടെ ജർമ്മിയോട് പറഞ്ഞ വാക്കുകൾ, ഞാൻ നിന്നോട് കൂടെ. നമ്മൾ എന്തുമാത്രം ദൈവത്തിലൂടെ ആകാൻ ആഗ്രഹിക്കുന്നു അത്ര തന്നെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകാൻ പറഞ്ഞാലും നമ്മുടെ സ്വഭാവം നമുക്കറിയാം. മറ്റാരെക്കൂടെ നമുക്ക് ഓരോരുത്തർക്കും വല്ലപ്പോഴൊക്കെ ഉണ്ടാകുന്നൊക്കെ ഇതിൻ്റെ അർത്ഥമുള്ളൂ. പിന്നെ കർത്താവ് ചേർന്ന് വിളിച്ചുണ്ടാകും. പക്ഷേ കർത്താവ് കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അത് അച്ചുട്ടമാണ്. എൻ്റെ ആളേക്കാണ് വെച്ച് അവിടെ കൂടെ ആ ബലം എപ്പോഴും സന്യാസ ജീവിതത്തിൻ്റെ ശക്തി. കർത്താവ് കൂടെ ദൈവത്തോട് കൂടെ നടക്കലാണ്, കർത്താവിനോട് കൂടെ നടക്കലാണ് എന്നെ ആഗ്രഹിക്കുകയെന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ചെയ്യുന്നു. അതുകൊണ്ട് കർത്താവ് കൂടെ എന്നുള്ളത് ഈ സമർപ്പണ വേളയിൽ ഈശോ നൽകുന്ന, ഞാൻ മുന്നോട്ട് കൂടെ എന്ന് നൽകുന്ന ബലപ്പെടുത്തുന്ന വാക്കുകൾ. നമ്മിന്ന് സുവിശേഷത്തിലൂടെ ഈശോയുടെ അന്ത്യകാലത്തിൽ എന്നുള്ള വാക്കുകളാണ് മനോഹരമായ ഈ വാക്കുകൾ. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ഒരു വശത്ത് നമ്മെ ഒരുക്കുമ്പോൾ ഈശോ അവിടെ നിന്ന് വേർതിരിക്കുന്ന ആ വേർപാടിനും അവിടെ ചോദിക്കും. അവരെ ഒരിക്കലും നമ്മൾ ഈശോ മരണത്തിലേക്ക് പോകും. ഇത് ഗത്സമനിലേക്ക് പോകുന്നവർക്ക് കർത്താവ് പറഞ്ഞ വാക്യങ്ങളായിട്ടാണ് യോഹന്നാന്റെ സുവിശേഷം 13 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളുടെ ഉപദേശമെല്ലാം നമ്മൾ വായിക്കും. ഇതിലുള്ള വാക്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. നമ്മൾ കർത്താവ് വാഗ്ദാനം ചെയ്തു പറയുന്നത് പ്രഭാതത്തിൽ നമ്മൾ ശ്രമിച്ചതുപോലെ, ഇത് അല്പനേരം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പനേരം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും. അത് വ്യാഴാഴ്ച രാത്രിയിലെ വാക്കാണ്. വെള്ളിയാഴ്ച കുരിശിൽ മരിക്കും, ശനിയാഴ്ച വെള്ളിയാഴ്ച ഈശോ പ്രത്യക്ഷനാണ്, ഞായറാഴ്ച പ്രഭാതത്തിൽ ബുദ്ധിദിനങ്ങൾ കണ്ടുകൊണ്ട്. അതുകൊണ്ട് അല്പനേരം കഴിഞ്ഞാൽ നിങ്ങളെന്നെ കാണുകയില്ല, വീണ്ടും അല്പനേരം കഴിഞ്ഞാൽ നിങ്ങളെന്നെ കാണും. നിങ്ങൾ ലോകം സന്തോഷിക്കുക, അപ്പോൾ നിങ്ങൾ കരച്ചിലായിരിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ടാണ്. ഈശോ തൻ്റെ പീഡാനുഭവവേളയിൽ തന്നെ തൻ്റെ ക്ലേശങ്ങളെ അഭിമുഖീകരിച്ചപ്പോൾ അവിടുന്ന് അതിനെ ബലപ്പെടുത്തിയ സ്വയം പറഞ്ഞ ഉപമകളിൽ 2 പ്രധാനപ്പെട്ടതാണ്. ഒന്ന് ഗോതമ്പ് എടുക്കുന്നത്. അത് പറഞ്ഞു, ഗോതമ്പ് കൊണ്ട് നിലത്തിൽ കഴിയുന്നില്ലെങ്കിൽ അതിന് ഫലം കൊടുക്കും. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഇപ്രകാരമാണ് ഒരു വിത്ത് അത് ഫലം കൊണ്ടുവരണമെങ്കിൽ അത് ഭൂമിയിൽ വീണഴിയുന്നു എന്നുള്ള ആ പ്രകൃതിയുടെ രഹസ്യം ഈശോ തൻ്റെ ജീവിതത്തോട് അഴിയുന്നവരാണ് ഫലം പേർ, മരിക്കുന്നവരാണ്
ജീവനിലേക്ക് പ്രവേശിക്കുന്നത്. അതുതന്നെയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴമായ രഹസ്യം. കർത്താവ് നമുക്ക് വേണ്ടി മരിക്കുകയും നമുക്ക് വേണ്ടി ഉയർത്തുകയും ചെയ്യും. അതാണ് ഈശോ തന്നോട് തന്നെ പറഞ്ഞ ആദ്യത്തെ ഉപമ. ഞാനൊരു ഉപമയാണ്, അത് കഴിഞ്ഞാൽ അത് സമർത്ഥമായ ഫലം. അതുപോലെ കർത്താവ് ഇന്നത്തെ ഈ സുവിശേഷത്തിൽ അപ്പോസ്തലന്മാർക്ക് നൽകുന്ന മറ്റൊരു ഉപമയാണ് സ്ത്രീയുടെ പ്രസവവേദന. ഗർഭിണിക്ക് പ്രസവവേദന എന്നത് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒന്നാണ്. പക്ഷേ വേദന ഒരു പുതിയ ജന്മത്തിന് ശിശുവിനെ കാണുമ്പോൾ അത് സന്തോഷമായിട്ട് മാറും. കുരിശിലെ വേദന ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത വേദന, പക്ഷെ അത് കുരിശിൽ പിറക്കുന്ന നവജീവനിൽ സന്തോഷമാണ്. പരിശുദ്ധാത്മാവാണ് വിശ്വാസികളിൽ എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഒരു സമർപ്പണം പരിശുദ്ധാത്മാവ് നിർവഹിക്കുന്ന കാര്യം. പരിശുദ്ധാത്മാവ് നമ്മൾ ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തിയെയും പവിത്രീകരിക്കുന്നുവെന്ന്. ഈ പവിത്രീകരണം കുരിശിലാണ്. യേശു കുരിശിലാണ് സമ്പൂർണ്ണമായിട്ട് പവിത്രീകരിക്കപ്പെട്ട വിശുദ്ധമായി തീർന്ന ദൈവത്തിനുള്ള പിതാവിനുള്ള കാണിക്കയായിട്ട് മാറുന്നു. അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് വിശുദ്ധ ഓസ്തിയായിട്ട് കർത്താവ് മാറുന്നത് കുരിശിനാണ്. പരിശുദ്ധാത്മാവ് വിശ്വാസിൽ ചെയ്യുന്നതാണ് പവിത്രീകരിച്ച് നമ്മൾ അവിടത്തേക്കുള്ള നിത്യമായ ഒരു കാണിക്കയായിരുന്നു. സന്യാസം ഈശോയ്ക്കുള്ള നിത്യമായ ഒരു കാണിക്കയാണ്. കുർബാനയിലും ഉദാസനമൊക്കെ ആ കർമ്മം അനുഷ്ഠിക്കുമ്പോൾ അടയാളങ്ങളുടെ പ്രസാദം നൽകുകയും ഹോസ്തി തിരുവോസ്തിയായി മാറുകയും ചെയ്യും. അങ്ങനെ തൊഴിലിൽ അതൊന്നും മനുഷ്യ ജീവിതത്തിലുണ്ടാകാം. നമ്മുടെ സ്വഭാവമൊക്കെ തിരുവോസ്തിയായിട്ട് രൂപാന്തരപ്പെടുന്നത്. നിങ്ങൾ ഒത്തിരി കഷ്ടപ്പെടുന്നു, നീ കഷ്ടപ്പെടുന്നു, മരിക്കുന്നവർ കഷ്ടപ്പെടുന്നു എന്നാൽ മാത്രമേ ഓസ്തിയായിട്ടുള്ള. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ നിരന്തരം പവിത്രീകരിച്ച് കർത്താവിനുള്ള ഒരു നിത്യമായ കാണിക്കയാണ്. പരിശുദ്ധാത്മാവ് രണ്ടാമത് ചെയ്യുന്ന പ്രവർത്തനം പരിശുദ്ധ മാതാവ് ചെയ്തു. പരിശുദ്ധ മാതാവിൻ്റെ പരിശുദ്ധാത്മാവാണ് അവരെ പവിത്രീകരിച്ച് നിത്യകന്യയാക്കി. ഒപ്പം പരിശുദ്ധാത്മാവ് പരിശുദ്ധ കന്യാമറിയുന്ന ഈശോയ്ക്ക് ജന്മം. ഈശോ എന്ന് പറയുന്നത് അതാണ് ഈ പ്രസവവേദനയുടെ അർത്ഥം. പരിശുദ്ധാത്മാവാണ് ദൈവത്തിനായി പവിത്രീകരിക്കുന്നതോടൊപ്പം തന്നെ നമ്മെ ദൈവീയ ദാനങ്ങളാൽ നിറച്ച് നാം നവജന്മം നൽകുന്നവരാണ്. എന്താണ് ഒരു സാധാരണ വിവാഹത്തിൽ അവർ ഒരുമിച്ച് സ്നേഹത്തോടെ വസിക്കുന്നവർ തങ്ങളുടെ സന്താനങ്ങൾക്ക് ജന്മം നൽകുമ്പോൾ സംഘത്തിൽ പരിശുദ്ധാത്മാവിനെ പവിത്രീകരിക്കപ്പെടുമ്പോൾ അവരുടെ ജന്മം കൊടുക്കുന്ന സന്താനമാണ് ഇവരുടെ ചാരിറ്റി. അതാണ് ക്രിസ്തു. നമ്മുടെ ഓരോ സഭകളുടെ ശുശ്രൂഷ പ്രവർത്തനങ്ങളെല്ലാം സമർപ്പണത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സ്നേഹമാണ് ഉപയോഗം. നിങ്ങളുടെ രോഗികൾക്കായിട്ട് സവിശേഷമായിട്ട് രോഗികളെ ശുശ്രൂഷിച്ചുകൊണ്ട് നിങ്ങളുടെ ഉപയോഗപ്രവർത്തനങ്ങൾ മാത്രമല്ല പഠനത്തിലൂടെ ഇതെല്ലാം മേഖലയിൽ ഏതായാലും സന്യാസത്തിൽ നിന്ന് ജനിക്കുന്നതാണ് ഉപയോഗം, ചാരിറ്റിയെന്ന്, സ്നേഹമെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കും. പരിശുദ്ധാത്മാവ് നമ്മളിൽ സ്നേഹത്തിൻ്റെ പ്രവൃത്തികളുടെ സ്നേഹത്തിൻ്റെ സന്താനങ്ങളുടെ ജന്മം നൽകും. അങ്ങനെയാണ് എല്ലാ സന്യാസന്മാരും എല്ലാ സഭയിലും ഒരേ സമയം കന്യകളും അതേസമയം അമ്മമാരുമായി. അത് സഭയെ പറ്റിയുള്ള മനോഹരമായ ഓർമ്മപ്പെടുത്താൻ സഭയിൽ നിത്യകന്യയും നിത്യ മാതാവുമായ സഭ. വിശുദ്ധ കന്യാവിലേക്ക് നമ്മളങ്ങനെ നിത്യകന്യയും മാതാവുമായ സമ്പൂർണ്ണ സമർപ്പണം ഫലമില്ലാത്ത ഒരു മച്ചില്ലാത്ത ജീവിതമാണ്. ഒരു സ്റ്റെബിലിറ്റി, ഫ്രൂട്ട്ഫുൾനെസ്, അബണ്ടൻസ് ഓഫ് ഫ്രൂട്ട്, സ്നേഹത്തിൻ്റെ ഫലങ്ങളാണ്. പരിശുദ്ധാത്മാവാണ് സന്തോഷമാണ്, സൗമ്യമാണ്, ക്ഷമയാണ്, കരുണയാണ്, ദയയാണ്. അങ്ങനെ എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ് ഈ ജീവിതം അറിയുകയും ചെയ്യും.
ദൈവം നിങ്ങളെ തിരഞ്ഞെടുപ്പിനെ അനുഗ്രഹിക്കുന്നു. നിങ്ങളെ സമർപ്പണത്തെ അനുഗ്രഹിക്കുന്നത് സന്തോഷവതികളായിരിക്കുക. കുരിശൊന്നും അനുഭവിച്ച് തീർന്നു വിചാരിച്ചേക്കുള്ളൂ. പൂർത്തീകരിക്കപ്പെടേണ്ടതുണ്ട്. ഈ ഓസ്തിയായി മാറുന്ന ലോകം നമ്മുടെ സഹനപ്രതയാണ്. പക്ഷേ ദുഃഖകരമായ ഇതിൽ നിന്ന് ഉപവിജനങ്ങളെടുക്കും, ഇതിൽ നിന്ന് കൃപ ജന്മമെടുക്കും. നിങ്ങൾ 100 പേർക്ക് അമ്മമാർക്ക് സ്ഥാനം വഹിക്കാൻ പോകുന്നവരാണ്. ഇത് നിങ്ങളെ അനുഗ്രഹിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും നേരിടും. കർത്താവിനോട് നിങ്ങളുടെ സമർപ്പണമാകുന്ന അവിടേക്കുള്ള സ്വീകാര്യമായ വലിയ സ്വീകരിക്കും. നിത്യവിധ വാഗ്ദാനം ചെയ്യുന്നതിനായി അനുവാദം ചോദിച്ച സിസ്റ്റേഴ്സ് അവരുടെ സന്നദ്ധത ഏറ്റുപറയുന്നതിനായി കാർമികന്റെ മുൻപിൽ വരുന്നു. പ്രിയ സഹോദരിമാരെ, ജ്ഞാനസ്നാനം എന്ന ഉദാശ നിങ്ങൾ പാപത്തിന് മരിക്കുകയും ദൈവത്തിന് സമർപ്പിക്കുകയും ചെയ്തവരാണ്. നിത്യവ്രത വാഗ്ദാനത്തിലൂടെ പ്രത്യേകമായ വിധം പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കാൻ നിങ്ങൾ സന്നദ്ധമാണ്. അതീവ താല്പര്യത്തോടെ സുവിശേഷ ഉപദേശങ്ങളും ഈ സന്യാസിനി സമൂഹത്തിൻ്റെ നിയമങ്ങളും അനുസരിച്ചുകൊണ്ട് ദൈവസ്നേഹത്തിലും സഹോദര സ്നേഹത്തിലും പരിപൂർണത പ്രാപിക്കുന്നതിനായി നിരന്തരം പരിശ്രമിക്കുന്നതിന് നിങ്ങൾ സന്നദ്ധരാണ്. നിരന്തരമായ പ്രാർത്ഥനാ ജീവിതത്തിലും ഔദാര്യപൂർവമായ പരിഹാര ജീവിതത്തിലും അനുദിന പരസ്നേഹ പ്രവർത്തനത്തിലും പ്രയത്നത്തിലും ജീവിതം മുഴുവൻ ദൈവത്തിന് സമർപ്പിക്കുവാൻ നിങ്ങൾ സന്നദ്ധരാണ്. ദൈവപുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവും പൂർണ്ണമായ അനുസരണം, കന്യാത്വം, ദാരിദ്ര്യം എന്നീ വ്രതങ്ങൾ ദൈവാനുഗ്രഹത്താൽ അനുഷ്ഠിച്ചുകൊണ്ടുള്ള അർപ്പിത ജീവിതത്തെ എന്നേക്കുമായി ആശ്ലേഷിക്കുന്നതിന് നിങ്ങൾ സന്നദ്ധരാണ്. മക്കളെ, ദൈവം നിങ്ങളെ സമാരംഭിച്ച ഈ സ്നേഹപ്രവർത്തനം പൂർത്തീകരിക്കുവാൻ അവിടെ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സകല വിശുദ്ധരോടുമുള്ള പ്രാർത്ഥനാമാലയാണ് ഇപ്പോൾ നടക്കുക. നിത്യവിധ വാഗ്ദാനം ചെയ്യേണ്ട സഹോദരികൾ നിലത്ത് സാഷ്ടാംഗം പ്രണാമം ചെയ്യുന്നു. ഗായക സംഘം സകല വിശുദ്ധരുടെയും ലുപ്തിരിയ പാടുന്നു. പെസഹ കാലം ആയതിനാൽ ഈ നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. സഹോദരങ്ങളെ, പരിപൂർണ സ്നേഹത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്ന ഈ ദാസികൾക്ക് വേണ്ടി ദൈവോത്തരം നമ്മുടെ കർത്താവായ ക്രിസ്തു വഴി സർവശക്തനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഉന്നതമായ അർപ്പണ ജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ട ദാസികളെ അവിടുന്ന് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളോട് നിറയ്ക്കുകയും അവരെ ദൃഢനിശ്ചയം എന്നും അവരെ ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ. Cristo,
അങ്ങേ സഹായത്തിനായി യാചിക്കുന്നവരെ വിശ്വാസികളെ പ്രാർത്ഥന ശ്രദ്ധിച്ചവരെ അനുഗ്രഹിക്കണമേ. അനേകാജീവനാന്തരം സമർപ്പിക്കപ്പെടുവാൻ പോകുന്ന ഈ സഹോദരരുടെ ഹൃദയങ്ങളിലെ മാലിന്യങ്ങളെല്ലാം കഴുകി ശുദ്ധീകരിക്കുകയും ചെയ്യണം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കപ്പെടണമേ. ഇപ്പോൾ സ്വന്തം കൈകളിൽ എഴുതിയ ഉടമ്പടി പത്രം തങ്ങളുടെ സന്യാസ സഭയുടെ മേലധികാരിയായ മദർ ജനറലിന്റെയും മറ്റു രണ്ട് സാക്ഷിയുടെയും സാന്നിധ്യത്തിൽ വായിക്കുന്നു. അനന്തരം അവർ വിശുദ്ധ അൾത്താരയിൽ വെച്ച് തമിഴ് ഉടമ്പടി പത്രത്തിൽ ഔദ്യോഗികമായി ഒപ്പുവയ്ക്കുന്നു. I, Sister Mary Fields and I, move by the firm will to consecrate myself more intimately to God and follow Christ more closely in the presence of the sisters about me. And in your hands, Mother Livia Madhvanyan, the Superior General, make the vow for my entire life of chastity, poverty, and obedience, according to the constitutions of the Oblate Hospital and Franciscan Sisters of Monaco. And I entrust myself with all my heart to this family, in order that, by the grace of the Holy Spirit, with the help of the Blessed Virgin Mary and of the Seraphic Father Saint Francis, I may attain perfect charity in the service of God and of others. Amen. I, Sister Maria Antonia Pavanapanda, moved by the power to consecrate myself more directly to God and follow Christ more closely in the presence of the sisters about me, and in their hands, Mother Livia Madhvanyan, the Superior General, may the vow for my entire life of chastity, poverty, and obedience, according to the constitutions of the Oblate Hospital Franciscan Sisters of Monaco. And I entrust myself with all my heart to this family, in order that, by the grace of the Holy Spirit, with the help of the Blessed Virgin Mary and of the Seraphic Father Saint Francis, I may attain perfect charity in the service of God and of the Church. Amen. I, Sister Maria Solemnly, move by the power to consecrate myself more intimately to God and follow Christ more closely. In the presence of the sisters about me, and in your hands, Mother Livia Madhvanyan, the Superior General, may the vow for my entire life of chastity, poverty, and obedience, according to the constitutions of the Oblate Hospital Franciscan Sisters of Monaco, and I entrust myself with all my heart to this family, in order that, by the grace of the Holy Spirit, with the help of the Blessed Virgin Mary and of the Seraphic Father Saint Francis, I may attain perfect charity in the service of God and the Church. Amen. ഇപ്പോൾ നിത്യത വാഗ്ദാനം ചെയ്ത അഗ്നികളെ കാർമികൻ ദൈവത്തിന് പ്രതിഷ്ഠിച്ചുകൊണ്ട് സമർപ്പണ പ്രാർത്ഥന ചൊല്ലുന്നു. പോലെ പരിശുദ്ധ ഹൃദയങ്ങളിൽ സംപ്രീതിയോടെ വസിക്കുവാൻ ആഗ്രഹിക്കുകയും നിർമ്മലവും ഹൃദയവിശുദ്ധിയുള്ളവരെ തിരഞ്ഞെടുക്കുകയും ചെയ്യുക. തിന്മയുടെ ശക്തിയാൽ കലുഷിതമായ ആദിമ മനുഷ്യപ്രകൃതിയെ പുനരുദ്ധരിക്കാൻ മനസ്സായി ആത്മവിശുദ്ധിയിലേക്ക് ഇവരെ കൊണ്ടുവരികയും അങ്ങനെ ഭദ്രത്താൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് മാരകാവസ്ഥയിലായിരുന്നവരുടെ മാരാത്മാരുടെ പദവിയിലേക്ക് ഉയർത്തി ദൈവരാജ്യം ഈ ഭൂമിയിൽ തന്നെ ആസ്വദിക്കും
ഞങ്ങളെ ശക്തരാക്കി. അങ്ങേ സ്നേഹ പ്രചോദനത്താൽ അനുസരണം ദാരിദ്ര്യം കന്യാക്രമേ ഇവിടെ അനുഷ്ഠിച്ച് ജീവിക്കാനുള്ള ഇവിടെ തീരുമാനിക്കാനുള്ള കാര്യങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ സമർപ്പണമായിട്ട് നിർമ്മലവും സുലഭവും സ്വീകാര്യമായ കാഴ്ചയായി തീരുമാനമാകുന്നു. ദൈവമേ സ്നേഹത്തിന്റെ കൃപാവരം സകല മനുഷ്യരുടെയും നഗരങ്ങളമായി വർഷിച്ചു. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോയി ഭൂമിയിലെ എല്ലാ ജനതകളുടെയും അവരുടെ മക്കളെ വിളിച്ചു കൂടി രക്തത്താലും മാംസത്താലുമല്ല പരിശുദ്ധാത്മാവിനാൽ ജനിച്ച് പുതിയ ഉടമ്പടിയുടെ ഉടമകളായി അവരെ മാറ്റി. അങ്ങനെ കരുണയുടെ അരുവിയിൽ നിന്നും നിലവിളിച്ച ആ പ്രത്യേക ദാനം അങ്ങ് ചിലരായി മാറ്റി വെച്ചു. ദൈവങ്ങളുടെ അനുഗ്രഹത്താൽ ശക്തിപ്പെടുവാനും സമർപ്പിക്കപ്പെടുവാനുമുള്ള തീവ്രമായ അഭിലാഷത്തോടെ പ്രാർത്ഥിക്കുന്ന ഈ സഹോദരിമാരെ നയിക്കുകയും കാത്തു സൂക്ഷിക്കുകയും ചെയ്യണം. ദൈവമേയുടെ ആത്മാവിന്റെ വരദാനങ്ങളാൽ എല്ലാറ്റിനും ഉപരി അവരുടെ സ്നേഹത്തിന് മാത്രം പ്രാധാന്യം നൽകി ഇവർ വിവേകികളും ഉദാരതയിൽ വിജ്ഞാനികളും സ്വാതന്ത്ര്യത്തിൽ പരിപതരും പരസ്നേഹത്തിൽ തീഷ്ണതയുമായി ജീവിക്കുവാൻ അനുഗ്രഹിക്കണമേ. ഇവർ പ്രശംസകൾ ആഗ്രഹിക്കാതെ ദൈവസ്തുതിയിൽ ജീവിക്കട്ടെ. ശരീരത്തിലെ വിശുദ്ധിയിലും ആത്മാവിൽ പരിശുദ്ധരുമായി സ്നേഹത്താൽ പ്രേരിതമായ ഭയഭക്തിയിലും സേവനത്തിലും ഇവർ അങ്ങയെ മാത്രം മഹത്വപ്പെടുത്തട്ടെ. ദൈവമേ, അങ്ങയുടെ സന്തോഷവും അഭിമാനവും അഭിലാഷവുമായിരിക്കണമേ. അങ്ങയെ മാത്രം സ്വന്തമായി തിരഞ്ഞെടുത്ത ഇവർക്ക് അങ്ങ് എല്ലാമായി തീരണമേ. നിങ്ങളുടെ പരിശുദ്ധാത്മാവായ ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ഉത്തമമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ഈ സമയം കീർത്തിയുടെ വാഗ്ദാനം ചെയ്ത സഹോദരികൾക്ക് അവരുടെ സന്യാസ സമർപ്പണത്തിന്റെ ഭാഗമായി കാർമികൻ മോതിരം ആശീർവദിച്ചു നൽകുന്നു. പരിശുദ്ധനായ പിതാവേ, ഈ മോതിരങ്ങൾ ദയാപൂർവ്വം ആശീർവദിക്കുന്നു. അങ്ങയുടെ നിത്യസ്നേഹത്തിന്റെ വിശുദ്ധതയും അടയാളമായി മോതിരമായി സ്മരിച്ച് അങ്ങേക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടി സഹായിക്കട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. നിങ്ങളുടെ രാജാവും നാഥനുമായ ക്രിസ്തുവിന്റെ അടയാളമായി ഈ മോതിരം സ്വീകരിക്കുക. അവിടത്തോട് വിശ്വസ്തരായിരിക്കുക. സ്വർഗീയ വിവാഹത്തിന് പങ്കുചേരുവാൻ ഇതിനെ സഹായിക്കുകയും ചെയ്യട്ടെ. നിങ്ങളുടെ രാജാവും നാഥനുമായ ക്രിസ്തുവിന്റെ അടയാളമായി മോതിരം സ്വീകരിക്കുക. അവിടത്തോട് വിശ്വസ്തരായിരിക്കുക. സ്വർഗീയ വിവാഹത്തിന് പങ്കുചേരുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. നിന്റെ രാജാവ് നാഥനുമായ ക്രിസ്തുവിന്റെ അടയാളമായി മോതിരം സ്വീകരിക്കുക. അവിടത്തോട് വിശ്വസ്തരായിരിക്കുക. സ്വർഗീയ വിവാഹത്തിന് പങ്കുചേരുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. സഭയോടൊപ്പം ലോകരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി യാമപ്രാർത്ഥനാ പുസ്തകം കീർത്തിയുടെ വാഗ്ദാനം ചെയ്ത സഹോദരിമാർക്ക് മുഖ്യ കാർമികർ നൽകുന്നു. പ്രാർത്ഥനാ പുസ്തകം സ്വീകരിക്കുക. ദൈവപിതാവിനുള്ള സഭയുടെ പ്രാർത്ഥനകൾ നിത്യസ്തുതിക്കായി മരണങ്ങളിലും ഭംഗമില്ലാതെ പ്രതിനിധിക്കട്ടെ. ലോകരക്ഷയ്ക്കായിട്ടുള്ള പ്രാർത്ഥനകൾ ഇന്ന് സജീവമാണ്. പ്രാർത്ഥനാ പുസ്തകം സ്വീകരിക്കുക. ദൈവപിതാവിനുള്ള സഭയുടെ പ്രാർത്ഥനകൾ നിത്യസ്തുതിക്കായി എൻ്റെ ഹൃദയത്തിൽ മരണങ്ങളിലും ഭംഗമില്ലാതെ പ്രതിഫലിക്കട്ടെ. ലോകരക്ഷയ്ക്കായുള്ള പ്രാർത്ഥനകൾ ഇന്നേ സജീവമാണ്. പ്രാർത്ഥനാ പുസ്തകം സ്വീകരിക്കുക. ദൈവപിതാവിനോടുള്ള സഭയുടെ പ്രാർത്ഥനകൾ
വ്യത്യസ്തകളായ നിരവധിയിലും ഞങ്ങളിലും ഭ്രമണരാകട്ടെ രക്ഷയുടെ പ്രാർത്ഥനകൾ നിങ്ങൾ സജീവമാണ്. മതജനങ്ങൾ അഗ്നികളെ തന്റെ സന്യാസ സമൂഹത്തിലേക്ക് സ്വീകരിക്കുന്നു. തുടർന്ന് മുഖ്യകാർമ്മികൻ സേവനത്തിനായി സഹോദരിമാരെ ക്ഷണിക്കുന്നു. പ്രിയ സഹോദരിമാരെ, നിങ്ങൾ ഒബ്ലേറ്റ് ഹോസ്പിറ്റൽ ഫ്രാൻസിസ്കൻ സിസ്റ്റേഴ്സ് എന്ന ഈ സന്യാസ സമൂഹത്തിന്റെ ഭാഗമാണ്. ഇനി മുതൽ നമുക്കുള്ളതെല്ലാം പുതുവായിരിക്കും. സഹോദരങ്ങളിൽ തിരുസഭങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശുദ്ധ സേവനം ദൈവത്തിന്റെ നാമത്തിൽ എവിടെയായിരുന്നാലും വിശ്വസ്തയോടെ നിർവഹിക്കുക. ഈ സമയം സ്നേഹത്തിന്റെയും സ്വീകരിക്കുന്നതിന്റെയും അടയാളമായി സഭ അംഗങ്ങൾ സമാധാന ചുംബനം നൽകുന്നു. നിത്യവിട വാഗ്ദാന കർമ്മം സമാപിച്ചിരിക്കുന്നു. ദിവ്യബലി തുടരുന്നു. ഗായക സംഘം കാഴ്ചഗാനം ആരംഭിക്കുന്നു. സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുകയും
കർത്താവേ, നീ ദാസരുടെ കാണിക്കകളും പ്രാർത്ഥനകളും ദയാപൂർവം സ്വീകരിക്കുകയും സുവിശേഷപദങ്ങൾ ഏറ്റുപറയുന്നവരെ അങ്ങേ സ്നേഹത്തിൽ സ്ഥിരീകരിക്കുകയും ചെയ്യണം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുകയും നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിക്കുകയാണ്. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി പൂർണ്ണമായിട്ട് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. കന്യകയിൽ നിന്ന് നിർമ്മല കുസുമം പോലെ ഉത്ഭവിച്ചവരല്ല, നിഷ്കളങ്ക ഹൃദയർ അനുഗ്രഹീതരാണെന്ന് അരുളി ചെയ്യുകയും തൻ്റെ ജീവിത രീതിയിലൂടെ കന്യാത്വത്തിലെ മഹനീയത പഠിപ്പിക്കുകയും ചെയ്തു. നീതിയുള്ള നിറവേറ്റുന്നതിൽ സദാ വ്യത്യസ്തനായവന് ഞങ്ങൾക്ക് വേണ്ടി മരണത്തോളം മനസ്സിനുള്ളവനായി തീർന്നുകൊണ്ട് തന്നെ തന്നെ പരിപൂർണവും പ്രീതികരവുമായ ബലി അങ്ങേക്ക് അർപ്പിക്കുവാൻ തിരുവുള്ളമായത് ഭൂമിയിൽ അങ്ങയെ പ്രതി സർവവും പരിത്യജിക്കുന്നവരെ അങ്ങേ മഹിമയുടെ നിസ്തുല സേവനത്തിനായി അവിടെ പ്രതിഷ്ഠിക്കുകയും സ്വർഗത്തിൽ അക്ഷയനിധി അവർ കണ്ടെത്തുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരുടെയും വിശുദ്ധരുടെയും ഗണത്തോട് ചേർന്ന് അങ്ങയെ അനവരതം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേക്ക് സ്തുതിക്കുകയും ഞങ്ങൾ ആലപിക്കുന്നു. സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായി അങ്ങയെ വാഴ്ത്തുന്നു. അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു പരിശുദ്ധാത്മാവിന്റെ ശക്തിയായും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായ ഇതിനെ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിന് ഒരിക്കലും വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവേ, കാരണങ്ങളോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കുവാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ കാഴ്ചകൾ അതേ ആത്മാവായി പവിത്രമാക്കാൻ കഴിയുന്നത്
അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ നിങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ ഇന്ന് ഉച്ചയ്ക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് എൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ പാടാൻ കഴിഞ്ഞ പാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ചു എൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുകയും, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. വിശ്വാസത്തിന്റെ രഹസ്യം. അതിനാൽ കർത്താവേ, തന്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയർപ്പും ശ്രദ്ധാരോപണവും ഓർത്തുകൊണ്ട് അവിടുത്തെ പ്രതിയാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺപാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലി പ്രസാദിപ്പാൻ ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായി അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായി ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരാൻ അനുഗ്രഹിക്കണമേ. അവിടെ ഞങ്ങളെ അങ്ങേക്ക് നിത്യമായി കാണിക്കാക്കി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ അവകാശം ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയാക്കണമേ. വിശിഷ്ട ദൈവമാതാവായ ഏറ്റവും വിശുദ്ധത്തോടും അങ്ങയുടെ ഭർത്താവായ ഭാഗ്യദേവസ്യപിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമയ രക്തസാക്ഷികളോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥരോടും എല്ലാ വിശുദ്ധരോടും അങ്ങേ സന്നിധിയുടെ നിരന്തര മധ്യസ്ഥത സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. സർവലോകത്തിന്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാനിടയാകണമെന്ന് ഞങ്ങൾ വീക്ഷിക്കുന്നു. അതിനായ ഞങ്ങളുടെ ദൈവഭാവിയോടെ ഞങ്ങളുടെ ഇൻസ്പെക്ടറായ ജെയിംസ് സർക്കാരിനോടും പ്രധാന പദവികളുള്ളവരോടും വൈദ്യകരത്തോടുമാണ് നേടിയെടുത്ത സഹജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും അർപ്പിക്കുവാൻ കഴിയണമേ. ഇന്ന് സന്യസ്ത വാഗ്ദാനത്തിൻ്റെ പാവനബദ്ധത്താൽ നിത്യമായി അങ്ങയോട് തങ്ങളെ തന്നെ സംയോജിപ്പിച്ച അങ്ങേ ഈ ദാസരെ അങ്ങ് അവരുടെ പാവന പ്രതിജ്ഞയിൽ ശക്തിപ്പെടുത്തുവാൻ അങ്ങ് തിരുവുള്ളമാവുകയും ക്രിസ്തുവിൻ്റെ പരിത്രാണത്തിലൂടെ നേടിത്തന്ന നവീനവും സനാതനവുമായ ജീവിതം അങ്ങേ സഭയിൽ അവർ പ്രകടമാക്കുവാൻ ഇടയാക്കുകയും ചെയ്യണമേ. അങ്ങേ തിരുമുമ്പിൽ നിൽക്കുവാൻ അങ്ങ് തിരുവുള്ളമായ ഈ കുടുംബത്തിലെ അപേക്ഷകൾ ദയം കേട്ടിട്ടുള്ളത്. കാരണവനായ പിതാവേ, എന്നാലും ധരിച്ചിരിക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങേക്ക് ദയാപം ഓർപ്പിക്കണമേ. ഞങ്ങളുടെ തികഞ്ഞ സഹോദരി സഹോദരന്മാരെ അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്ത് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാഷ്ട്രത്തിൽ ദയാപം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങൾ അയക്കുന്നതോടൊപ്പം
അങ്ങ് മഹത്വത്തിനുമായി സംതൃപ്തപ്പെടുവാൻ ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിന്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങയ്ക്ക് പരിശുദ്ധാത്മാവായ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ വിഭൂതിതരായി ദിവ്യോപദേശികളാൽ രൂപവത്കൃതരായി നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണം. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം ധന്യവാദം അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആത്മാവും പ്രതീക്ഷിച്ചുകൊണ്ട് അനേകരുടെ സഹായത്താൽ ശക്തി കാണിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളറിയുകയും അങ്ങേ സഭയുടെ വിശ്വാസം ദൃഢമാക്കുക. അങ്ങേ തിരുവുള്ളതനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ. എന്നതും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നത് ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. പിതാവിന്റെ സമാധാനം നിങ്ങളോട് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവർ. ദിവ്യജ്ഞാനത്തിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ അനുഗ്രഹീതർ.
സ്വീകരിച്ച അങ്ങയോട് അപേക്ഷിക്കുന്നു. പാവമായ സമർപ്പണക്കാൻ അങ്ങയോട് ബന്ധിക്കപ്പെട്ട ഈ ദാസരെ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ ജ്വലിപ്പിക്കുകയും അങ്ങേ പുത്രനോട് നിത്യമായ സഹവാസത്തിൽ ഒന്നിപ്പിക്കുകയും ചെയ്യണം. എന്നും ദൈവമായി ജീവിച്ചു വാഴുന്നാണ് നിങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊള്ളുന്നു. സംസാരിക്കുമ്പോൾ നാവിന് തടസ്സമുള്ളവനാണ് ഞാൻ. അപ്പോൾ ദൈവം ചോദിച്ചു, ആരാണ് മനുഷ്യന് സംസാരശക്തി നൽകിയത്? ഞാനല്ലേ. നീ പുറപ്പെടുക, നിന്നെ ഞാൻ സഹായിക്കും. എന്നിട്ടും മോശ വീണ്ടും തന്റെ ബലഹീനതയെ കുറിച്ച് അസ്വസ്ഥനായി. അപ്പോൾ ദൈവം അവന് തുണയായി അഹരോന് നൽകി. നീ ബലഹീനനാകും ഇടങ്ങളിൽ അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന ഉറപ്പായിരുന്നു. ആദ്യമുള്ള വാഗ്ദാനം കഴിഞ്ഞ് 8-9 വർഷങ്ങൾ പിന്നിട്ട് നിത്യമുള്ള വാഗ്ദാനം നടത്തി. ഇനി അൾത്താരയിൽ നിൽക്കുമ്പോൾ കടപ്പാടുള്ളവരെയാണ്. കൂട്ടുവന്ന ദൈവവും അവിടെ നിന്ന് കൂട്ടായിട്ട് മറ്റന്യരും. ഈ കടപ്പാടുകളൊന്നും നന്ദി പറഞ്ഞു തീർക്കാൻ ആവില്ലെന്നറിയാം. എങ്കിലും അമ്മയുടെ ഉത്തരവാകുന്നതിന് മുമ്പ് ഞങ്ങളെ സ്വന്തമായി സ്വീകരിച്ച ബലഹീനനാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും ദൈവങ്ങളെ അനുഗ്രഹിച്ച 1000 ഇടങ്ങൾ ഒരിക്കൽ പോലും കൈവിടാതെ ചേർത്ത് പിടിച്ച് കൂടെ നടന്ന ദൈവത്തിന് ആദ്യമേ ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം ഇന്നേരം 2 മുതൽ ഈ നിമിഷം വരെ ഒരു തുള്ളി മഴ പോലും താഴെ വീഴാതെ ഈ ദിവസത്തെ അവിടുന്ന് മുത്തുവെച്ച് അനുഗ്രഹിച്ചു. അതിലും ഏറെ സ്നേഹത്തോടെ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. പ്രിയകുമാരേ, ആലപ്പുഴ രൂപതയുടെയും കൊച്ചി രൂപതയുടെയും ആത്മീയ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനിടയിൽ സമയം കണ്ടെത്തി ഈ വിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കാൻ അങ്ങയോട് എത്തിച്ചേർന്നു. ഞങ്ങളുടെ ദൈവവിളിയെ അതിന്റെ പൂർണ്ണതയിൽ സ്വീകരിച്ച് ഞങ്ങളുടെ ജീവിതവും ഹൃദയവും എന്നേക്കുമായി ദൈവത്തിന് സമർപ്പിക്കാൻ ഈ വിശുദ്ധ ബലിയിലൂടെ ഞങ്ങളെ സഹായിക്കുകയും വചനപ്രഘോഷണത്തിലൂടെ ദൈവം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരികയും ചെയ്ത പിതാവേ, അങ്ങേക്ക് ഏറെ സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. അതറിയാനിരിക്കുന്ന ശ്രേഷ്ഠ വൈദികരെ, നിങ്ങളുടെ സഹകാർമ്മികത്വത്തിലൂടെ ദൈവത്തിന്റെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്കായി നിങ്ങൾ പങ്കുവന്നു. നിങ്ങളുടെ സാന്നിധ്യം ആവശ്യമുള്ള ഒത്തിരി ഇടങ്ങളിൽ നിന്നാണ് നിങ്ങൾ ഞങ്ങൾക്കായി ഇവിടെ എത്തിയത്. വിലയേറിയ നിങ്ങളുടെ സാന്നിധ്യത്തിന് ആത്മീയ തീരുമാനമെന്ന് ഞങ്ങളുടെ കൂടെ നിന്നതിന് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി ചെയ്യുന്നു. അതോടൊപ്പം
ടൈറ്റസനെയും കൊച്ചച്ഛന്മാരെയും ഞങ്ങളുടെ 3 പേരുടെയും ഇടവകളിൽ വന്നിരിക്കുന്ന വികാരിയച്ഛന്മാരെയും കൊച്ചച്ഛന്മാരെയും 3 ദിവസത്തെ ധ്യാനത്തിലൂടെ നിത്യപ്രധാനത്തിനായി ആത്മീയമായി ഞങ്ങളെ ഒരുക്കിയ ജയിപ്പിനെയും ഇന്നത്തെ കുർബാന ക്രമങ്ങൾ വിശദീകരിച്ചു തന്ന് പരിശീലനം നൽകിയ ഷെൽസനച്ഛനെയും മറ്റു വൈദികരെയും സ്നേഹത്തോടെ ഓർക്കുന്നു. ദൈവവിളിക്ക് ആമേൻ പറഞ്ഞ് കടന്നു വന്ന നിമിഷം മുതൽ മാതൃസ്നേഹത്തോടെ ഞങ്ങൾ സ്വീകരിച്ച ഞങ്ങളുടെ സന്യാസ സഭയെ ഏറെ നന്ദിയോടെ ഓർക്കുന്നു. സ്നേഹം നിറഞ്ഞ മദർ ഏരിയ മലത്തിപ്പാർക്ക് മദറിന്റെ കരുതലിനും വ്യക്തിപരമായി ഞങ്ങളെ തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ സുഖമായി ഞങ്ങളെ വഴി നടത്തുന്ന സ്നേഹത്തിനും ഞങ്ങൾ നിറഞ്ഞ ഹൃദയത്തോടെ നന്ദി അർപ്പിക്കുന്നു. സെന്റ് ആഗ്നസ് കോൺവെന്റിൽ അർത്തിനികളായി പ്രവേശിച്ച നാൾ മുതൽ ഇന്ന് വരെ ഞങ്ങളുടെ താങ്ങും തണലുമായി നിന്ന മദർ ജനറൽമാർക്കും ഞങ്ങളുടെ സുപ്പീരിയേഴ്സ് ആയിരുന്ന എല്ലാ സിസ്റ്റേഴ്സിനും സിസ്റ്റേഴ്സ്മാർക്കും പ്രത്യേകമായി ജൂനിയർ സിസ്റ്റേഴ്സ്മാരായിരുന്ന സിസ്റ്റർ ദേസ, സിസ്റ്റർ സാഞ്ചല, ഇറ്റലിയിലായിരുന്ന സമയത്ത് സിസ്റ്റർ ഗിഫ്റ്റിയുടെ കൂടെയായിരുന്ന സിസ്റ്റർ മേരി എന്നിവർക്കും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിറവുകളായി മാറിയ സഹസന്യാസിനികൾക്കും കൽസരികളിലൂടെ ഞങ്ങളുടെ ജീവിതം നിറവുള്ളതാക്കി മാറ്റിയ അർത്തിനികൾക്കും സ്നേഹത്തോടെ നന്ദി അർപ്പിക്കണം. ഒപ്പം ഇറ്റലിയിലെയും ഫിലിപ്പീൻസിലും ഇന്തോനേഷ്യയിലുമുള്ള ഞങ്ങളുടെ എല്ലാ സിസ്റ്റേഴ്സിനെയും സ്നേഹത്തോടെ ഓർക്കുന്നു. ഞങ്ങൾ 3 പേരും ഇപ്പോൾ ആയിരിക്കുന്ന സെന്റ് ആഗ്നസ് കമ്മ്യൂണിറ്റി, ബാംഗ്ലൂർ കമ്മ്യൂണിറ്റി, മൈസൂർ കമ്മ്യൂണിറ്റി എന്നിവിടങ്ങളിലെ സുപ്പീരിയേഴ്സിനെയും സിസ്റ്റേഴ്സിനെയും കൃതജ്ഞതയോടെ ഓർക്കുന്നു. ഇനി ഇതിനെ മനോഹരമാക്കാൻ ഒത്തിരി നാളുകളായി നിങ്ങൾ അധ്വാനിക്കുന്നുണ്ടായിരുന്നു, ഞങ്ങളെ ഒരുക്കുന്നുണ്ടായിരുന്നു. ഏറെ പ്രത്യേകമായി ഇന്ന് ഈ കഴിഞ്ഞ പ്രൊഫഷന് വേണ്ട എല്ലാവിധ മുന്നൊരുക്കങ്ങളും നടത്തിയ സെന്റ് ആഗ്നസ് കോൺവെന്റിലായിരിക്കുന്ന ഞങ്ങളുടെ ഡെലിഗേറ്റ് സുപ്പീരിയർ സിസ്റ്റർ ഋഷിയെയും സുപ്പീരിയർ സിസ്റ്റർ തെരസിറ്റിയെയും സ്നേഹത്തോടെ ഓർക്കുന്നു. അതോടൊപ്പം ഞങ്ങളുടെ മുൻ ഡെലിഗേറ്റ് ആയിരുന്ന സിസ്റ്റർ റിനയെയും സുപ്പീരിയേഴ്സ് ആയിരുന്ന സിസ്റ്റർ ഹിലാരിയ, സിസ്റ്റർ മിത്തിൽഡ എന്നിവരെയും ഓർക്കുന്നു. നിസ്വാർത്ഥമായ ഞങ്ങളുടെ സ്നേഹത്തിന് ഉള്ളതല്ല നന്ദി. ഈ നിമിഷം വരെ മുടങ്ങാതെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഒഡേശോകളെ എല്ലാ അമ്മമാരെയും ഏറെ നന്ദിയോടെ ഓർക്കുന്നു. അതോടൊപ്പം ഞാൻ കഴിഞ്ഞ 2 വർഷങ്ങളിൽ പഠനത്തിന്റെ ഭാഗമായി ആയിരുന്ന ചങ്ങനാശ്ശേരി രൂപതയിലെ ഗർഹായ എന്ന ഭവനത്തെ ഓർക്കുന്നു. ഡയറക്ടർ സ്നേഹബഹുമാനം നിറഞ്ഞ അനീഷസിനെയും സിസ്റ്റർ ജസ്മീനെയും ബാച്ച്മേറ്റ്സിനെയും സെബാസ്റ്റ്യനെയും മറ്റെല്ലാ സിസ്റ്റേഴ്സിനെയും സ്നേഹത്തോടെ ഓർക്കുന്നു. സന്യാസ ജീവിതത്തിന്റെ പലവിധ വർണ്ണങ്ങൾ മനസ്സിലാക്കിയെന്ന് ഒരിക്കലും മറക്കാനാവാത്ത അനുഭവങ്ങൾ സമ്മാനിച്ച ഗ്രഹായ കുടുംബത്തിന് ഏറെ സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. കൂടെ തന്നെ സിസ്റ്റർ സോണയെ നിത്യപ്രധാനത്തിന്റെ ഒരുക്കത്തിനായി സഹായിച്ച ജോബി ഭവനിലെ സുപ്പീരിയർ ആന്റണി പൊന്മേലിയൻസിനെയും എല്ലാ വൈദികരെയും കൂടെയായിരുന്ന എല്ലാ സിസ്റ്റേഴ്സിനെയും ഹൃദയപൂർവ്വം ഓർത്ത് നന്ദി പറയുന്നു. ഈ ദിനത്തിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിച്ചേർന്ന വിവിധ ഇടവകളിലെ വൈദികരെയും സിസ്റ്റേഴ്സിനെയും ബന്ധുമിത്രാദികളെയും ഇടവക ജനങ്ങളെയും അയൽക്കാരെയും സുഹൃത്തുക്കളെയും നിറഞ്ഞ ഹൃദയത്തോടെ ഓർക്കുന്നു. ഞങ്ങളുടെ വാഗ്ദാനത്തിന് സാക്ഷികളായി മാറിയ നിങ്ങളുടെ സാന്നിധ്യം ഈ ദിനത്തെ ഒരിക്കലും മറക്കാനാകാത്ത ഒരു അനുഭവമാക്കി മാറ്റി. എല്ലാ ദിനങ്ങൾക്കും മനസ്സിന്റെ ആഴത്തിൽ നിന്ന് നന്ദി അർപ്പിക്കണം. വിശുദ്ധ കുർബാന ആത്മാവിലേക്ക് ഒരു അനുഭവമാക്കി മാറ്റിയ ഗായക സംഘത്തെ ഓർക്കുന്നു. 1 മാസത്തിലേറെയായി ഇന്നേ ദിനത്തിന് വേണ്ടി ഒരുങ്ങി ഈ വിശുദ്ധ കുർബാനയിലേക്ക് മാലാഖമാരുടെ സാന്നിധ്യം ക്ഷണിച്ചു വരുത്തിയ കീബോർഡിസ്റ്റ് ടിനോക്കിനെയും സിസ്റ്റേഴ്സിനെയും അതോടൊപ്പം അൽത്താർ ബാലകരെയും സ്നേഹത്തോടെ ഓർത്ത് നന്ദി പറയുന്നു. അതോടൊപ്പം അൽത്താരെയും മറ്റും അലങ്കരിച്ച സിസ്റ്റേഴ്സിനും കൂടെയായിരുന്നവർക്കും ശബ്ദം വെച്ച് സംവിധാനം നിർവഹിച്ചവർക്കും നന്മയും കരുണയും ചേർത്ത് ആഹാരം ഒരുക്കിയവർക്കും എല്ലാ സഹായവുമായി കൂടെ ഉണ്ടായിരുന്ന ജോൺ ചേട്ടനും സുബ്രഹ്മണ്യൻ ചേട്ടനും ഞങ്ങളുടെ ചേച്ചിമാർക്കും സ്നേഹപൂർവ്വമായി നന്ദി. ഇനി ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഓർത്തുകൊള്ളട്ടെ. വിശുദ്ധ പറഞ്ഞതുപോലെ തങ്ങളുടെ കഠിന പുത്രിമാരെ ദൈവത്തെ സമർപ്പിച്ച മാതാപിതാക്കളെ, നിങ്ങളാണ് ഞങ്ങളുടെ വിശ്വാസത്തിന്റെയും നിലനിൽപ്പിന്റെയും ഉറവിടം.
നിങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ കടന്നു വന്നത് മുതൽ ഈ നിമിഷം വരെ നിങ്ങൾ ഞങ്ങൾക്ക് കരുതൽ കാവലുമായിരുന്നു. നിങ്ങളിലൂടെയാണ് ഞങ്ങൾ ദൈവത്തെ പരിചയപ്പെട്ടത്. നിങ്ങളാണ് ഞങ്ങളെ ദൈവത്തിൻ്റെതാക്കി മാറ്റിയത്. സ്നേഹത്തിലൂടെയും ത്യാഗത്തിലൂടെയും അധ്വാനത്തിലൂടെയും ഞങ്ങൾ നടത്തിയ ഇന്നിവിടെ നിൽക്കാൻ പ്രാപ്തരാക്കിയ നിങ്ങളുടെ സ്നേഹത്തിന് മുമ്പിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ പ്രിയ വാത്സല്യം നിറഞ്ഞ ഞങ്ങളുടെ കുഞ്ഞു സഹോദരങ്ങൾ നവോമി, ജോബി, ജോജി, സെന്ന എന്നവർ ജീവൻ നിർമ്മാണത്തിന് ജീവിതം സമർപ്പിച്ച ദൈവങ്ങളെ സ്വീകരിച്ചപ്പോൾ പിന്നോട്ട് തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് തന്നെ നോക്കാൻ കരുത്തേക്കിയത് നിങ്ങളുടെ കരുതലാണ്. നിലനിൽക്കാൻ ഞങ്ങളെ സഹായിച്ചത് നിങ്ങൾ നൽകിയ ധൈര്യമാണ്. ഏറെ സ്നേഹത്തോടെ നിറഞ്ഞ മനസ്സോടെ നിങ്ങൾക്കും നന്ദി. ഇന്നേവരെ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ള എല്ലാ മുഖങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു. ഇനി ഇതിനെ മനോഹരമാക്കുവാൻ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും ഓർക്കുന്നു. ആരെയെങ്കിലും ഓർത്ത് നന്ദി പറയാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ അവർക്കും സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി ഈ യാത്രയിൽ ഞങ്ങളെ പിന്തുടർന്ന പ്രാർത്ഥനയായി, കരുത്തായി, കരുതലായി നിന്ന എല്ലാവർക്കും ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ദൈവത്തിന് ഏറ്റുവാങ്ങിയ ഈ സമർപ്പണ ജീവിതത്തിന്റെ വിശുദ്ധിയിലും പുണ്യത്തിലും ജീവിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈശോമിശിഹായിയുടെ സ്തുതിയായിരിക്കട്ടെ. സത്യപ്രതിജ്ഞകളുടെ പ്രചോദനമായ ദൈവങ്ങൾ ചെയ്തവർ വ്രതപ്രതിജ്ഞകൾ നിലനിൽക്കുന്ന വിശ്വാസത്തോടെ മാത്രമായിരിക്കുവാൻ അവർ പ്രതികരിക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഇടുങ്ങിയ വഴിയിലൂടെ സഹോദരന്മാരെ വഹിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ സന്തോഷത്തിൽ മുന്നേറുവാൻ അവർ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന നിങ്ങളെ ക്രിസ്തു സ്നേഹത്തിന്റെ പ്രതീകം പ്രതിഫലിപ്പിക്കുകയും ഒരു കുടുംബമായി തീരാൻ ദൈവസ്നേഹം ഇടയാക്കുകയും ചെയ്യുമാറാകട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ നിലനിൽക്കുമാറാകട്ടെ. സമാധാനത്തോടെയും സമാധിച്ചു. If
della luce certamente di colore sull'asfalto, ora che cantate insieme a me. E più belle insieme sono tante altre gente, e più belle insieme, e più belle insieme sono tante altre gente, e più belle insieme.